കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കെല്ലാവരെയും ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായി ഉണ്ടാവേണ്ട ഒരു കാര്യം സ്നേഹം, ബഹുമാനം, അനുസരണം ആണ്. നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സ്നേഹമുണ്ടാവണം, ബഹുമാനമുണ്ടാവണം, അനുസരണമുണ്ടാവണം. അപ്പോൾ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അനുസരിക്കാനും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, കാണുന്ന മാതാപിതാക്കളെ നമ്മൾ സ്നേഹിച്ചാൽ, ബഹുമാനിച്ചാൽ, അനുസരിച്ചാൽ മാത്രമേ കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും അനുസരിക്കാനും നമുക്ക് സാധിക്കും. നമ്മൾ മനസ്സിലാക്കുക, ഒരു വ്യക്തി നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സ്വന്തം കുടുംബക്കാരോടും നമ്മൾ സ്നേഹവും അവരോടൊപ്പം ചേർന്ന് ജീവിക്കുമ്പോൾ ആ വ്യക്തിയെ എത്രത്തോളം ബഹുമാനിക്കും, ആ വ്യക്തിയെ എത്രത്തോളം സ്നേഹിക്കും, ആ സ്നേഹമായിരിക്കും നമ്മൾ കർത്താവിലേക്ക് നമ്മൾ പങ്കിടാൻ പോകുന്നത്, അതേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കുക, കർത്താവായി ദൈവത്തോടുള്ള സ്നേഹം വിശ്വാസമാണ്. പ്രാർത്ഥനയിൽ ഉത്തരമുണ്ട്, പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്, പ്രാർത്ഥനയിൽ ദൈവ ചൈതന്യമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട്. പ്രാർത്ഥന ദൈവമായുള്ള സംസാരമാണ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വചനഭാഗമല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വചനഭാഗമല്ല, പ്രത്യേകിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് 4-ാമത്തെ കൽപ്പനയാണ്. 4-ാമത്തെ കൽപ്പന നമുക്കറിയാം, മാതാപിതാക്കളെ ബഹുമാനിക്കുക. നമ്മളറിയാം, മാതാപിതാ, ഗുരു, ദൈവം. മാതാപിതാക്കന്മാരും ഗുരുവും ദൈവത്തെ പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നൽകിക്കൊണ്ട്, നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ സ്നേഹിച്ചുകൊണ്ട്, നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന നമ്മുടെ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരെയും നമ്മൾ ദൈവത്തെ പോലെ നമ്മൾ അവരെ ആദരിക്കണം. അവരുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്നൊന്നല്ല, പക്ഷെ അവർക്ക് ആ ഒരു സ്ഥാനം നൽകണം. കാരണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കണം. 3 കാര്യങ്ങളാണ്. ഒന്ന്, മക്കൾക്ക് വേണ്ടി. അതായത് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ആദ്യമേ കാര്യം, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി ജീവിക്കണം, പ്രത്യേകിച്ച് അവരെ സഹായിക്കണം. മാതാപിതാക്കൾ പ്രായമായി പോകുമ്പോൾ അവരോടൊപ്പം മക്കൾ ഒരു താങ്ങായി, തണലായി അവരോടൊപ്പം ഉണ്ടായിരിക്കണം. 2-ാമത്തെ കാര്യം, മാതാപിതാക്കൾ മക്കളോട് എങ്ങനെ ആയിരിക്കണം? മക്കൾക്ക് വേണ്ടി ആധ്യാത്മികമായ വളർച്ചയും എല്ലാ അനുഗ്രഹങ്ങളും നൽകണം. നിങ്ങളുടെ മക്കൾക്ക് എല്ലാം നൽകും. അവന് 4-ാം ക്ലാസ്സിൽ പഠിക്കാൻ പുസ്തകം നൽകും, 5-ാം ക്ലാസ്സിൽ പഠിക്കാൻ പുസ്തകം കൊടുക്കും. പക്ഷെ എത്ര മാതാപിതാക്കളുണ്ട് സ്വന്തം മക്കൾക്ക് സ്വന്തമായ ഒരു ബൈബിൾ അല്ലെങ്കിൽ ഒരു വേദപുസ്തകം മേടിച്ചു കൊടുക്കുന്നു. ഇന്നാ മകനെ, ഇതാ മോളെ, ഇത് നിന്റെ വേദപുസ്തകമാണ്, ഇത് നിന്റെ മാത്രം പുസ്തകമാണ്. നിന്റെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നം കടന്നു വന്നാലും, ഏതൊരു സങ്കടം കടന്നു വന്നാലും നീ ഇത് തുറന്നു നോക്കണം. ഇതിൽ ദൈവം നിന്നോട് സംസാരിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കും, ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരും, ദൈവത്തിൻ്റെ വചനം കൊണ്ട് നീ സൗഖ്യം പ്രാപിക്കും, ദൈവം നിന്നെ അഭിഷേകപ്പെടുത്തും എന്ന് പറയുന്ന എത്ര മാതാപിതാക്കളുണ്ട്. 3-ാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ മക്കളുടെ കുറിച്ച് കണ്ടു, മാതാപിതാക്കളുടെ കുറിച്ച് കണ്ടു. ഇന്ന് നമ്മൾ സമൂഹത്തിൽ, ഈ മക്കൾ നാളെ സമൂഹത്തിൽ ഇറങ്ങുമ്പം അധികാരികളെ ബഹുമാനിക്കുക, നിയമം പാലിക്കുക, ഈ നിയമത്തോട് നമ്മൾ വിനയമായി ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ എത്ര നിയമങ്ങൾ നമ്മൾ പാലിക്കും, അത്ര നിയമങ്ങൾ നമ്മളെ അനുഗ്രഹിക്കും, ശക്തിപ്പെടുത്തും. നമ്മൾ പറയത്തില്ലേ, ഇഫ് യു കീപ് ദ റൂൾസ് വിൽ കീപ് യു. അതായത് നീ നിയമം കൃത്യമായി പാലിച്ചാൽ അതേ നിയമം നിന്നെ രക്ഷിക്കും. നമ്മൾ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മുമ്പാകെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നോയമ്പ് കാലം അനുഗ്രഹത്തിൻ്റെ നോയമ്പായി നമുക്ക് മാറ്റാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം ശക്തിപ്പെടുത്തട്ടെ. ആമീൻ.